നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ കൊൽക്കട്ടയിലൂടെ ഒരു യാത്രയാണ് കേട്ടോ. കൊൽക്കട്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു സംഭവമാണ് ട്രാമും പിന്നെ മഞ്ഞ കളറുള്ള അംബാസഡർ കാർ. കുതിര വലിക്കുന്ന ട്രാം മുതൽ സ്റ്റീം എഞ്ചിനിൽ ഓടുന്ന ട്രാം വരെ പൗരാണികത കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് അത് മാറി ഇലക്ട്രിസിറ്റിയിലാണ് ട്രാം ഓടുന്നത്. അങ്ങനെ മനോഹരമായ ട്രാം. ചില ട്രാമുകൾ നമുക്ക് 2 ക്യാബിനുകളായിട്ട് ഓടുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ചിലത് ഒരു ട്രാമായിട്ട് ഓടുന്നതും കാണാൻ സാധിക്കും. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്നായിരുന്നു ആദ്യം പോകുന്ന വണ്ടിക്ക് ഫസ്റ്റ് ക്ലാസ് എന്നും പിന്നീട് പോകുന്നതിന് സെക്കൻഡ് ക്ലാസ്സും എന്നായിരുന്നു പറയുന്നത്. 150 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു വലിയ ചരിത്രം ഇവിടെ കെട്ടിവലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയിലൂടെയൊക്കെയാണ് ഇപ്പോഴും പോകുന്നത്. കറക്റ്റ് കെട്ടിവലിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോഴും ട്രാം. ഒരുപാട് റൂട്ടുകളിൽ സർവീസ് ഉണ്ടായിരുന്ന ട്രാം ഇപ്പോൾ ചുരുക്കം 4-5 റൂട്ടുകളിൽ മാത്രം സർവീസ് നടത്തുകയാണ്. അങ്ങനെ നമ്മൾ ട്രാമിനെ പറ്റി, ട്രാമിൽ കയറാതെ കഥ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ ഓടി ഒരു ട്രാമിൽ കയറിയിരിക്കുകയാണ്. ട്രാമിൻ്റെ ഡ്രൈവിങ് അതൊരു മനോഹരമായ സംഭവം തന്നെയാണ്. ട്രെയിൻ ഡ്രൈവ് ചെയ്യുന്നത് പോലെ പെഡൽ വെച്ചിട്ടും ഒക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. 2 പെഡലുണ്ട്, ഒരു കൈയും ഓരോ പെഡലുകളിൽ ആണ്. അത് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി വണ്ടിയെ സ്ലോ ചെയ്യുന്നതും സ്പീഡാക്കുന്നതും എല്ലാം. വളരെ മനോഹരമായിട്ട് പുള്ളി അതിനെ കൺട്രോൾ ചെയ്ത് പോകണം പോകാൻ. റോഡിലൂടെ അല്ല, റെയിലിലൂടെ ട്രെയിൻ ഓടിക്കുന്നത് പോലെ എളുപ്പമൊന്നുമല്ല കേട്ടോ. റോഡിലൂടെ വണ്ടി പോകുന്നതൊക്കെ നോക്കി. അതിലേറ്റവും പ്രധാനം ഈ കാലാണ് കേട്ടോ. അതിനെ കൊണ്ട് മണിയൊക്കെ അടിച്ച് വേണം മുൻപോട്ട് പോകാൻ. അതിനെയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ഇതിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. റോഡിൻ്റെ സൈഡിലൂടെ പോകുന്നതുകൊണ്ട് ആരും അങ്ങനെ മാറിക്കൊടുക്കത്തൊന്നുമില്ല. വേണ്ടിയവൻ മാറടാ എന്നുള്ള സീനാണ് ഇവിടെ നിന്ന് നോക്കി അദ്ദേഹം ഓടിക്കുന്നത്. മുകളിലുള്ള ആകാശത്തിലൂടെ പോകുന്ന കമ്പിയിൽ നിന്നും കരണ്ട് എടുത്താണ് വണ്ടി പോകുന്നത് എന്ന് വേണം പറയാൻ. അകത്ത് ഒരുപാട് ആളൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ ഞാൻ കയറിയപ്പോൾ നിറച്ച് ആളുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടൊരു ചെറിയ ഒരു ബസ് പോലെ നമുക്ക് തോന്നാൻ സാധിക്കും. 2 ക്യാബിനുകൾ ഉള്ളപ്പോൾ 2 സ്ഥലത്തും ആളുകളുണ്ടായിരുന്നു. ഫസ്റ്റിന് ക്യാബിന് ഫസ്റ്റ് ക്ലാസ് എന്നും സെക്കൻഡ് ക്യാബിന് സെക്കൻഡ് ക്ലാസ് എന്നുമായിരുന്നു. അങ്ങനെ നമ്മുടെ മനോഹരമായിട്ട് ഈ ട്രാം ഇങ്ങനെ റോഡിലൂടെ പോകുന്ന അത്ര സുഖമുള്ള കാഴ്ചയൊന്നുമല്ല. റോഡിലുള്ള സകല വണ്ടികളെയും സകല കാര്യങ്ങളെയും നോക്കി വേണം പോകുവാൻ. ആളെങ്കിലും കയറാൻ വരുന്നുണ്ട്. ഒരുപാട് സ്പീഡിലൊന്നും പോകാത്തത് കൊണ്ട് എവിടെ വേണമെങ്കിലും നിർത്തിക്കൊടുത്ത് ആണ് ഈ ട്രാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പഴമയുടെ മനോഹാരിതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ട്രാം മനോഹരമായ ഒരു കാഴ്ചയാണ്. കൽക്കട്ടയുടെ പൗരാണികത തേടി ഒരു ട്രാം യാത്ര. ഈ മുഖത്ത് കാണുന്ന ആ ഒരു പൗരാണികതയാണ് യഥാർത്ഥത്തിൽ ട്രാമിൻ്റെയും പൗരാണികത. टिकट कैसा है भैया? 6 तक 6 और 7 6 രൂപ മുതലുള്ള ടിക്കറ്റുകൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. 6 രൂപ മുതലുള്ള ടിക്കറ്റുകളുണ്ട്. ദൂരം അനുസരിച്ചാണ് ടിക്കറ്റുകളുടെ വില. കാർഡ് എടുത്ത് ഒരു മാസത്തേക്കുള്ള യാത്ര മുതൽ കൊച്ചു കൊച്ചു യാത്രകൾക്ക് വരെ നമുക്ക് ഈ ട്രാം ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോഴും ഏറ്റവും ലളിതമായ കാശ് കുറഞ്ഞ യാത്രാ മാർഗം ഇപ്പോഴും ട്രാം തന്നെയാണ്. ട്രാം നിർത്തലാക്കണമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞെങ്കിലും ഈ ഒരു പൗരാണികതയുടെ മുൻനിർത്തി ഇപ്പോഴും ട്രാം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ട്രാമിൻ്റെ ചക്രങ്ങൾക്ക് ചലനം അവസാനിക്കാതെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ കണ്ടക്ടർ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോക്കോ, ടിക്കറ്റൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം. അങ്ങനെ നമ്മൾ ട്രാമിൻ്റെ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. ട്രെയിനിൻ്റെയൊക്കെ വീല് പോലുള്ള വീലുകളാണ് ട്രാമിനുള്ളത്. കാരണം മനോഹരമായിട്ട് ഇങ്ങനെ വളരെ പതുക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാം. ഫ്രണ്ടിൽ വണ്ടിയുണ്ടോ, അവിടെ വണ്ടിയുണ്ടോ, ഇവിടെ വണ്ടിയുണ്ടോ എന്നൊക്കെ നോക്കി മനോഹരമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാം. അതൊരു വലിയ ചരിത്രം തന്നെയാണ്, ചരിത്ര സത്യങ്ങൾ തന്നെയാണ് ഈ ട്രാമിൻ്റെ മനോഹാരിത. മുകളിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി വരുന്ന കമ്പിയിലെടുത്ത് ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന ട്രാം. വളരെ തുച്ഛമായ റേറ്റിൽ മനോഹരമായ യാത്ര. ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ലായിരിക്കും. ഒരുപാട് കുടിസ് വഴിയിലൂടെയൊക്കെയുള്ള ട്രാം എല്ലാം നിർത്തി ഇപ്പോൾ കുറച്ച് വഴികളിൽ മാത്രം ട്രാം ഒതുങ്ങി നിൽക്കുന്നു. ഈ മഞ്ഞ അംബാസഡറും ഈ ട്രാമും ഒക്കെ ഇവിടുത്തെ ഒരു വലിയ അതിശയം തന്നെയാണ്. ഇവിടുത്തെ ഈ മഞ്ഞ അംബാസഡറും ട്രാമുകളുമൊക്കെ, ഈ ട്രാമുകളും ഈ അംബാസഡറും ഒക്കെ ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ. പൗരാണികതകൾ കാത്തു സൂക്ഷിക്കട്ടെ. ട്രാമിന് പുതിയ പുതിയ മാർഗങ്ങളിലൂടെ ട്രാം ഓടട്ടെ. ഒരുപാട് ആളുകൾ ഇതുവഴി സന്തോഷിക്കട്ടെ. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് വന്ന് കയറട്ടെ. സീ യു അഗെയിൻ.